കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാന സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിച്ചാൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരെണ്ണം കേരളത്തിൽ ലഭിക്കും. MSME 10,000 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് കേരളത്തിനും പ്രയോജനപ്പെടും. 5 സർവകലാശാല പ്രൊജക്റ്റുകളിൽ 1 കേരളത്തിന് അവകാശപ്പെടാം എന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു. എയിംസ് സംസ്ഥാന സർക്കാർ നടപടി പൂർത്തിയാക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം തലസ്ഥാനം ഉൾപ്പെടുത്താതെ എയിംസിന് അപേക്ഷ നൽകുന്നതെന്നും ജോർജ് കുര്യൻ ഡൽഹിയിൽ പറഞ്ഞു. 10,000 കോടി രൂപയാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതിന് മാത്രമല്ല 3 പുതിയ ബയോഫാർമ കേന്ദ്രീകൃതമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കും എന്ന് പ്രഖ്യാപിച്ചു. കേരള സർക്കാർ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്ന് കേരളത്തിൽ സ്ഥാപിക്കും എന്ന് അവർ പറയുകയുണ്ടായി. കാരണം ഇത് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു, ഈ ബജറ്റിൽ പറയുന്നുണ്ട്, ഇപ്പോൾ പകർച്ചവ്യാധികളല്ല നമ്മളെ കൂടുതൽ അലട്ടുന്നത്, അല്ലാതെയുള്ള ക്യാൻസറും അതുപോലെ തന്നെ ഷുഗറും പോലെയുള്ള പ്രമേഹവും പോലെയുള്ള അസുഖങ്ങളാണ്. അതിനുവേണ്ടി ഇപ്പോൾ ജനങ്ങൾ സ്വീകരിക്കുന്നത് ഇതുപോലെയുള്ള മരുന്നുകളാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത്. കേരളത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുക.